ഈ ജില്ലയിൽ പ്രധാനമായ മത്സരം നടക്കുന്നത് ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ. ഈ പാലക്കാട് നഗരസഭയിൽ BJP-യെ നേരിട്ട് എതിർക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. അവിടെ മത്സരം വരുന്നത് ഐക്യജനാധിപത്യ മുന്നണിയും BJP-യും തമ്മിലാണ്. തീർച്ചയായും ഇത്തവണ BJP-യിൽ നിന്നും ഭരണം ഐക്യജനാധിപത്യ മുന്നണി പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അമൃതം പദ്ധതി പ്രകാരം ഒരു പ്രൊജക്ട് പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാലിന്യ സംസ്കരണം പോലും ഇന്ന് പാലക്കാട്ടേക്ക് പ്രവേശിക്കുമ്പോൾ നഗരസഭാ അതിർത്തിയിലേക്ക് പ്രവേശിച്ച മേപ്പറമ്പ് കഴിഞ്ഞ ബൈപ്പാസിലൂടെയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരമായി വരുന്നത് ആ വഴിക്കാണ്. അവിടെയൊക്കെ മാലിന്യം റോഡ് സൈഡിൽ വലിയ കൂനകളായി കിടക്കുകയാണ്. മാലിന്യ സംസ്കരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിനൊരു സമയപരിധി ഉണ്ടാവില്ലേ? ഇത്ര പദ്ധതികൾ സമയത്തിനകം പൂർത്തിയാക്കണം എന്നുള്ളത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി അവസാനിക്കുന്നതിന്റെ കാലാവസ്ഥ 1 മാസം മുൻപെയാണ് ഈ അമൃത പദ്ധതിയുമായി കരാർ ഒപ്പുവെക്കുന്നത്. അതിനുശേഷം അവിടെ BJP അധികാരത്തിൽ വന്നു. BJP അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ ജനങ്ങൾക്ക്? നമ്മളെല്ലാം നികുതി പണം എടുത്താണല്ലോ ഈ അമൃതം പദ്ധതിയിൽ വരുന്ന ഫണ്ട് എന്ന് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിന്റെ വീതമാണ്. അതല്ലാതെ ഒരിക്കലും BJP-യുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നല്ല ഇത് വരുന്നത്. അങ്ങനെ വരുന്നൊരു പദം ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികൾക്ക് നടപ്പിലാക്കുന്നതിന് ഒരു സമയപരിമിതിയുണ്ട്. ആ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭരണ പരാജയമാണ്. മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ്, ചെളിക്കുളങ്ങളായി മാറിയിരിക്കുകയാണ്. കാൽനട പോലും സാധ്യമല്ലാത്ത വിധത്തില് പാലക്കാട് നഗരസഭയിലെ എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച അമൃതം പദ്ധതി, ആ അമൃതം പദ്ധതി പണം ലഭ്യമായാൽ പോലും ഫലപ്രദമായി നടപ്പിലാക്കാൻ പാലക്കാട് നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പാലക്കാട് ജനങ്ങൾ തിരിച്ചറിയും. 5 വർഷത്തെ ദുരനുഭവം അവസാനിപ്പിച്ച് അവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതിയെ അധികാരത്തിലേറ്റാൻ പാലക്കാട്ട് ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത് ആര് പഞ്ചായത്തുകൾ ഭരിക്കണം എന്നതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തോട് ഈ പാലക്കാട്ടെ ജനതയുടെ പ്രതികരണം എന്താണ് എന്നുകൂടെ വിലയിരുത്തപ്പെടുന്ന ഒരു വിധിയെഴുത്തായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിലും കേന്ദ്രത്തിലെയും ഗവൺമെന്റുകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ തലസ്ഥാന നഗരിയിൽ ദിവസങ്ങളായി കർഷകർ സമരത്തിലാണ്. ആ കാർഷിക സമരങ്ങളെ ക്രൂരമായാണ് കേന്ദ്ര ഗവൺമെന്റ് നേരിടുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലാണെങ്കിലും ശരി, കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലും മലയാളികൾക്ക് മുഴുവൻ മാനക്കേടായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത് ജയിലിനകത്തുള്ളത്. CPM-ന്റെ സെക്രട്ടറിയുടെ മകനാണ് ജയിലിനകത്തുള്ളത്. നിങ്ങൾ ആലോചിക്കണം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട വ്യക്തി 4.5 വർഷമായി ഇത്ര വലിയ തട്ടിപ്പും അതുപോലെ തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ. ഓക്കെ ഞാൻ ഷിഹാബുദ്ദീനിലേക്ക് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ശ്രീ കൃഷ്ണദാസിലേക്ക് പോവുകയാണ്. ശ്രീ കൃഷ്ണദാസ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ ഈ അമൃത് പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ശ്രീ മുരളി തരേക്കാടും അതുപോലെ ഷിഹാബുദ്ദീനും. അതിലൊരു വ്യക്തത വരുത്തണം. ഞാൻ പാലക്കാട് അടുത്തൊക്കെ സന്ദർശിച്ചതാണ്. ഇവർ പറയുന്ന അത്ര വലിയൊരു പ്രശ്നങ്ങൾ ഒന്നും, ഇപ്പം റോഡിൻ്റെ കാര്യത്തിലാവട്ടെ ചെളിക്കുണ്ടാണ്, നടക്കാൻ പറ്റുന്നില്ല, മാലിന്യ സംസ്കരണത്തിൽ അതിൽ അപാകതകളുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ കാണാതെ പോയതായിരിക്കാം. എന്തായാലും അമൃത് പദ്ധതി നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? അതിനൊരു മറുപടി കൊടുക്കുകയാണ് നന്നായിരിക്കും. ഈ അമൃത് പദ്ധതി എന്ന് പറയുന്നത് 220 കോടിയുടെ ഏതാണ്ട് 175 പ്രോജക്റ്റുകളാണ് പാലക്കാട് നഗരസഭയിൽ നടപ്പാക്കാനായിട്ട് ഓരോ പ്രോജക്റ്റ് വെക്കുകയും ടെൻഡർ വിളിക്കുകയും ടെക്നിക്കൽ സാങ്ഷൻ അതുപോലെ തന്നെ മറ്റ് സർക്കാരുകളുടെ സാങ്ഷൻ ഒക്കെ കിട്ടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 220 കോടിയുടെ 175 പ്രോജക്റ്റുകളാണ്. വിമർശിക്കുന്ന ആളുകള് ആദ്യം ഒന്ന് ഈ സ്വന്തം മുഖം ഒന്ന് കണ്ണാടിയിൽ ഒന്ന് നോക്കുക. 7 വർഷം മുമ്പ് KSRTC ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ MLA പൊളിച്ചിട്ട് ആ പദ്ധതി ഇനി പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇവർ. ഇവിടുത്തെ MLA ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്, മോയിൻ സ്കൂൾ എന്നാണ് പേര്. ഏതാണ്ട് 3500 പെൺകുട്ടികൾ പഠിക്കുക. അവിടെ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ എന്ന് പറഞ്ഞ് അവിടുത്തെ ബ്ലാക്ക് ബോർഡ് അടക്കം എടുത്തു മാറ്റി. ഇവിടുത്തെ MLA ആണ് ആ പദ്ധതി
വലിയ കൊട്ടി ആഘോഷിച്ച് കൊണ്ടുവന്ന ആ പദ്ധതി ബ്ലാക്ക് ബോർഡ് എടുത്ത് മാറ്റി അതും ഇതുപോലെ 6-7 വർഷം കഴിഞ്ഞു. ഒരു സ്കൂളില് 1 കോടി രൂപയുടെ പ്രോജക്റ്റ് തീർക്കാൻ പറ്റാത്ത ആളുകളാണ് പറയുന്നത് 4 വർഷം കൊണ്ട് 220 കോടിയുടെ പ്രോജക്റ്റ് തീർക്കണം. നിങ്ങൾ ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? അമൃത് പദ്ധതി എന്ന് പറയുന്നത് 175 പ്രോജക്റ്റുകളാണ്. വിവിധ പ്രോജക്റ്റുകള്, റോഡുകള്, പാർക്കുകള്, തോടുകള്, ഡ്രെയിനേജ്, സിവറേജ്, സൈക്കിൾ ട്രാക്ക്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പൊതുസ്ഥലത്തെ എസ്കലേറ്റർ പാലക്കാടാണ് വരേണ്ടിയിരുന്നത്. ഈ UDF-ഉം LDF-ഉം കൂടി അതിന്റെ പണി പദ്ധതി പൂർത്തിയാക്കി. നിങ്ങൾ പാലക്കാട് നിങ്ങൾ എന്റെ കൂടെ വരൂ. വിക്ടോറിയ കോളേജിൽ നിന്ന് ഈ പറയുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 2 ഫുട്പാത്തുകൾ നിങ്ങൾക്ക് നടക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. താരേക്കാട് മുരളിയുടെ വീടിന്റെ അടുത്തുള്ള കൃഷ്ണസ്വാമി പാർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. കോട്ടമൈതാനത്ത് പുതിയ മതില് കെട്ടി നവീകരിച്ചിട്ടുണ്ട്. നഗരത്തില് ഏതാണ്ട് 13 പാർക്കുകൾ ഉദ്ഘാടനം കഴിഞ്ഞു. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ഷിഹാബുദ്ദീൻ എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഒന്ന് വന്നാൽ മതി. ഒരു മിനിറ്റ് ഷിഹാബുദ്ദീൻ എന്റെ കൂടെ ഒന്ന് വന്നാൽ മതി. പൂർത്തിയായ പദ്ധതികൾ ഞാൻ കാണിച്ചു തരാം. കേരളത്തിലെ ആദ്യത്തെ സൈക്കിൾ ട്രാക്ക്, അതുപോലെ തന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാത 100 ഫീറ്റ് റോഡിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 20% അതിന്റെ പണി. അങ്ങനെ ഒരു മിനിറ്റ്, ഒരു KSRTC ബസ് സ്റ്റാൻഡ് പൂർത്തീകരിക്കാത്ത നിങ്ങളാണോ മാലിന്യത്തിന്റെ പ്രശ്നം പാലക്കാട് നഗരസഭയിൽ ഭരണാനുമതി നൽകാൻ ഗവൺമെന്റ് അതിന് ശക്തമായ പ്രതിഷേധം നടത്തി, ശക്തമായ നിയമസഭയ്ക്കകത്ത് അല്ല ഷിഹാബുദ്ദീൻ, അതേ പറയട്ടെ, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു വെക്കട്ടെ, എന്നിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്കും ചോദ്യങ്ങളുണ്ട്, താങ്കളോട് ചോദിക്കാനുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടുന്നതിന് മുമ്പ്, ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിന് മുമ്പ് അമിത ആവേശം കാണിച്ച് KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൊണ്ട് MLA തറക്കല്ലിടിപ്പിച്ചില്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ പൊളിച്ചത്? എന്തായിരുന്നു ആവശ്യം? അതിന്റെ സാങ്ഷൻ കിട്ടാൻ 5 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴാണ് പണി ആരംഭിച്ചത് 6 വർഷത്തിന് ശേഷം. നിങ്ങളാണ് പറയുന്നത് 220 കോടിയുടെ പ്രോജക്റ്റ് തീർന്നിട്ടില്ല. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഞാൻ പൂർത്തീകരിച്ച ശേഷം നിങ്ങൾ മറുപടി പറഞ്ഞു. മാലിന്യത്തിന്റെ പ്രശ്നം, പാലക്കാട് നഗരസഭയുടെ മാലിന്യ ഗ്രൗണ്ട് നിർഭാഗ്യവശാൽ കൊടുമ്പ് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടുമ്പ് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM. ഒരു കാരണവശാലും ഈ പറയുന്ന ആ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കൊടുമ്പ് പഞ്ചായത്തിന്റെ അധികൃതർ. ഇനി ഞാനൊരു ചോദ്യം നിങ്ങൾ 2 പേരോടും ഞാൻ ചോദിച്ചോട്ടെ. കേരള ഗവൺമെന്റിന് മാലിന്യത്തെ സംബന്ധിച്ച് എന്താണ് പോളിസി? 2 കൊല്ലം മുമ്പ് പാലക്കാട് നഗരസഭ ഈ അമൃത് പ്രോജക്റ്റില് ഒരു പ്രോജക്റ്റ് വെച്ചിരുന്നു മാലിന്യത്തെ സംബന്ധിച്ച്. ഇവിടെ ഒരു വളരെ ആധുനികമായ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണം പറഞ്ഞ് പ്രോജക്റ്റ് വെച്ചു. ബഹുമാന്യനായ മന്ത്രി ശ്രീമാൻ ജലീൽ ആ പ്രോജക്റ്റ് തള്ളി. പാലക്കാടിന് ആ പ്രോജക്റ്റ് വേണ്ട. നിങ്ങൾ എന്താ പറഞ്ഞതപ്പോ? കേന്ദ്രീകൃത പ്രോജക്റ്റ് വേണ്ട, ഉറവിട സംസ്കരണം മാത്രം മതി. ആരാണോ മാലിന്യം ഉണ്ടാക്കുന്നത് അവർ തന്നെ സംസ്കരിക്കണം എന്ന പോളിസി ആയിരുന്നു സംസ്ഥാന സർക്കാരിന്. ഈ പേരും പറഞ്ഞ് പാലക്കാട് നഗരസഭയുടെ പ്രോജക്റ്റ് തള്ളി നിങ്ങൾ. ഇപ്പോ നിങ്ങൾ എന്താ പറയുന്നത്? ഉറവിട മാലിന്യ സംസ്കരണം വേണ്ട, കേന്ദ്രീകൃത പ്രോജക്റ്റ് മതി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നേരിട്ട് കഞ്ചിക്കോട് ഒരു കേന്ദ്രീകൃത പ്ലാന്റ് ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് എന്താ മാലിന്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പോളിസി മുരളി? നിങ്ങൾക്കൊരു പോളിസി ഉണ്ടോ? കേരള ഗവൺമെന്റിന് എന്താ പോളിസി? കേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണോ വേണ്ടത്, അതോ ഉറവിട മാലിന്യ സംസ്കരണമാണോ വേണ്ടത്? നിങ്ങൾക്ക് പോളിസി ഇല്ലാത്തതിന്റെ ഭവിഷ്യത്താണ് ഇവിടുത്തെ പാലക്കാട് നഗര ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു നയമില്ല. നിങ്ങൾക്ക് വായി തോന്നുന്ന സമയത്ത് ഈ തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒറ്റ ചോദ്യം എനിക്ക് മുരളിയോട് ചോദിക്കാനുള്ളൂ. നിങ്ങളുടെ കേന്ദ്രീകൃത പ്ലാന്റ് കഞ്ചിക്കോട് എപ്പോ ആരംഭിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാൻ. ഓക്കെ, ശ്രീ മുരളി താരക്കാട്, അതായത് മാലിന്യ സംസ്കരണത്തിൽ എന്താണ് നയം? ഇവിടെ അറിയാം, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അജണ്ടകൾ നിരത്തി. അതിലേറ്റവും പ്രധാനം മാലിന്യ സംസ്കരണമായിരുന്നു. പക്ഷേ
2016 അതേ സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, മാലിന്യ പ്ലാന്റ്, ഇപ്പോൾ കുടുംബ പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഭരിക്കുന്ന ആ പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ കഞ്ചിക്കോട് കേന്ദ്ര സംസ്കരണ പ്ലാന്റ് വരുന്നു എന്ന് പറയുന്നു. അത് എപ്പോൾ തുടങ്ങും എന്നുള്ളതാണ്. കൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ധാരണകളോടുകൂടി തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഉറവിട മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. പക്ഷേ ഇവിടെ ഉറവിട മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വളരെ സൗകര്യപ്രദമായിട്ട് അട്ടിമറിക്കുക ചെയ്തത്. വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കുന്ന കുടുംബശ്രീ പദ്ധതി അട്ടിമറിച്ചു. 100 കണക്കിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് ജോലി നിഷേധിച്ചു. പിന്നെ തുമ്പൂർ മൊഴി മോഡൽ മാലിന്യ സംസ്കരണം നടത്താൻ ഒരുപാട് ടെന്റുകൾ ഇവിടെ അടിച്ചുണ്ടാക്കിയല്ലോ. അതെന്തേ നടപ്പാക്കാതെ പോയത്? സാംക്രമിക രോഗങ്ങളുടെ വളർത്തു കേന്ദ്രമായിട്ട് നഗരത്തെ മാറ്റിയതിൽ കുറ്റബോധമുണ്ടായിട്ട് അത് കേരള സർക്കാരിന്റെ തെറ്റായ നയം കൊണ്ടും തീരുമാനമെടുക്കാനുണ്ടായിട്ടുള്ള പശു കൊണ്ടാണെന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നതിന് തുല്യമാണ്. പിന്നെ കുടുംബ പഞ്ചായത്തില് അവിടെ ഇടതുമുന്നണി തന്നെയാണ് ഭരിക്കുന്നത്, CPM ആണ് നേതൃത്വം കൊടുക്കുന്നത്. ഇത് തർക്കമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഈ മാലിന്യങ്ങൾ യാതൊരു ശാസ്ത്രീയതയും ഇല്ലാതെ അവിടെ കൊണ്ടിട്ട് അവിടുത്തെ ജനജീവിതത്തിന് ദുസ്സഹമാവുന്ന രീതിയിൽ മാലിന്യം മാറിയപ്പോഴാണ് അവിടുത്തെ ജനങ്ങളാണ് എതിർത്തത്. അവിടെ പഞ്ചായത്ത് എതിർക്കാൻ, പഞ്ചായത്തിലും അവിടെയുമുള്ളത് ജനങ്ങളാണ്. ആ ജനങ്ങളെ മനസ്സിലാക്കാതെ പാലക്കാട് നഗരത്തിലെ മുഴുവൻ മാലിന്യം. അല്ല, ശ്രീ മുരളി, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഏത് പദ്ധതിയെയും ജനങ്ങൾ എതിർക്കും. ജനങ്ങൾ എതിർത്താലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി, അതിനാണ് ഒരു ഭരണകൂടം അല്ലേ നമുക്ക് ആവശ്യം. ഇപ്പം ജനങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ പദ്ധതി ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നതാണോ ഇടതുമുന്നണിയുടെ പോളിസി? അതാണോ ഇടതുമുന്നണി നയം? അല്ല, ഇടതുമുന്നണി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഇടതുമുന്നണി വളരെ നമ്മൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ആ നടപ്പിലാക്കാൻ വളരെ അറച്ചു നിന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇപ്പൊ ഫംഗ്ഷൻ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് പദ്ധതിയെ കുറിച്ചൊന്നും നമ്മൾ വേറെ വർത്തമാനം പറയേണ്ട കാര്യമില്ല. പാലക്കാട് നഗരസഭയിലെ 52 വാർഡുകളിലുള്ള മാലിന്യങ്ങൾ കുടുംബ പഞ്ചായത്തിൽ കൊണ്ടിടുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതിൽ അഴിഞ്ഞു നാറിയ ചീഞ്ഞു നാറിയ ഓക്കെ ഞാൻ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. മുരളി താരേക്കാട് പറയുന്നത് വ്യക്തമാവുന്നില്ല. ഞാൻ ഷിഹാബുദ്ദീനിലേക്ക് പോവാണ്. ശ്രീ ഷിഹാബുദ്ദീൻ, നേരത്തെ ശ്രീ കൃഷ്ണദാസ് ഉന്നയിച്ച 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയ അവസ്ഥയാണ്. 7 വർഷം മുമ്പ് പൊളിച്ചിട്ട ബസ് സ്റ്റാൻഡ് ഇപ്പോഴും അതേ അവസ്ഥയിലാണ്. പാലക്കാട് നഗരവാസികൾ ദുരിതം അനുഭവിക്കുന്നു. മറ്റൊന്ന് ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ച ഒരു പദ്ധതി, 1 കോടി രൂപ ചെലവേ ഉള്ളൂ. അതുപോലും നടപ്പിലാക്കാനാവാത്ത നിങ്ങളാണ്, UDF ആണ് 220 കോടിയുടെ 175 പ്രൊജക്റ്റുകളെ വിമർശിക്കുന്നത്. ശ്രീ ഷിഹാബുദ്ദീൻ, ഈ പാലക്കാട് നഗരസഭയിൽ 220 കോടി രൂപയുടെ പ്രൊജക്ട് ഈ 4.5 വർഷം കൊണ്ട് അതിൽ എത്ര കോടി രൂപയുടെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? പിന്നെ ഈ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് സംസ്ഥാന സർക്കാരുമാരുടെ അനുമതിയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തന്നെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായ നടപടികൾ വേണം. പ്രത്യേകിച്ചും വലിയ ഈ സാംക്രമിക രോഗങ്ങളൊക്കെ പരക്കുന്ന സാഹചര്യത്തിൽ ഈ മാലിന്യം ഇങ്ങനെ റോഡ് സൈഡിൽ കുന്നുകൂടി കിടക്കുകയാണ്. ഒരു നഗരസഭ എന്ന് പറയാൻ നാണക്കേണ്ടാവുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ റോഡ് സൈഡിൽ കുന്നുകൂടി കിടക്കുന്ന പറയുന്നത്, അതായത് നിങ്ങൾ കണ്ട മേപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു റോഡ് വശം ഉണ്ടാവില്ല. അത് നിങ്ങൾ ഭരിക്കുന്ന പിരാരി പഞ്ചായത്താണ് ആ സംഗതി, അല്ലാണ്ട് പാലക്കാട് നഗരസഭയിലല്ല. മേപ്പറമ്പിന്റെ റോഡിന്റെ നഗരസഭാ പരിധിക്കകത്താണത്. അത് ഞാൻ കാണിച്ചു തരാം പാലക്കാട് വരുമ്പോ. അങ്ങനെ തെറ്റിദ്ധരിച്ച് പറയാണ്. ഞാൻ പറഞ്ഞ പല ഡ്രെയിനേജുകളില്ല, ആകെ തളിക്കുളമായി കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഇവിടെ KSRTC സ്റ്റാൻഡിന്റെ വിഷയം പറഞ്ഞു. KSRTC സ്റ്റാൻഡിന്റെ പണി നിങ്ങൾ അല്ലേട്ടൻ പറഞ്ഞത് മാതിരി ഇപ്പൊ പഴയ സ്ഥിതി തുടരുകയല്ല. അവിടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാവാനായി 3 നിലയുടെ വാർപ്പ് കഴിഞ്ഞു. അത് വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തവണ അതിനെ പല സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് വൈകിപ്പിച്ചതാണ്. ഒടുവിൽ നിയമസഭക്കകത്തും വലിയ പ്രതിഷേധം നടത്തി, അവിടെ സമരം നടത്തി പൊതുജനങ്ങളുടെ വികാരം ഗവൺമെന്റിനെതിരാവും. ഇക്കാര്യത്തിൽ ഷാഫിയെ ഇതിന്റെ പേരിൽ അപകീർത്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ്
അവിടെ ഈ സ്റ്റാൻഡിന്റെ അനുമതി നൽകിയതും പണി തുടങ്ങുന്നതും? നിങ്ങൾ ഒരു MLA സ്വന്തം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 6 കോടിയിലേറെ രൂപ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടി നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥമായി അതിനുവേണ്ടി ഒരു MLA ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് മനസ്സിലാക്കാതെ ഇത് വലിയ വീഴ്ചയാണ് എന്ന് വരുത്തി തീർക്കാൻ CPM-നൊപ്പം കൂടുന്ന BJP-യുടെ തന്ത്രം പാലക്കാട് ജനങ്ങൾ തിരിച്ചറിയും. ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി 1 കോടി രൂപയുടെ എന്ത് നടപടിയെടുത്തു? വളരെ വ്യക്തമായി ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് വൈകിപ്പിക്കാനുള്ള പ്രധാനമായ കാരണം അവിടുത്തെ ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനയടക്കം അതിനെതിരായ സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. അതെല്ലാം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം പദ്ധതി തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കില്ലെങ്കിൽ വേറെ വല്ല പണിക്കും മറികടന്നല്ലോ. മറികടന്നല്ലോ, അത് പരിഹരിക്കപ്പെട്ടല്ലോ. നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോഴും മാലിന്യം റോഡ് സൈഡിൽ കൂട്ടിയിട്ടിട്ട് ഇടതുപക്ഷം അനുമതി വർഷമായി ബ്ലാക്ക് നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോഴും മാലിന്യം കൂട്ടിയിട്ടിട്ട് ഇടതുപക്ഷം അനുമതി തരില്ല എന്ന് വിലപിക്കുകയല്ലേ ഞങ്ങൾ ചെയ്തത്? അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു. ശ്രീ ഷിഹാബുദ്ദീൻ, നമ്മുടെ ഷാഫി മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അവിടെ, അതുകൂടി ഒന്ന് പറയൂ താങ്കൾ. നിരവധി റോഡുകളുടെ നവീകരണം വലിയ ഒരു ഘടകമായിരുന്നു. അതെല്ലാം പാലക്കാട് അങ്ങാടിയിലെ പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണം ഷാഫിയുടെ കാലഘട്ടത്തിലാണ്. അവിടെ വിക്ടോറിയ കോളേജ് ബസ് ഉൾപ്പെടെ വന്നത്. അവിടെ നമുക്കറിയാം പാലക്കാട് മെഡിക്കൽ കോളേജ്. അങ്ങനെ പല പദ്ധതികളും ഷാഫി MLA ആയതിനു ശേഷമാണ് വിപ്ലവകരമായ മാറ്റങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നിഷേധിക്കാൻ കഴിയോ? ശ്രീ കൃഷ്ണദാസ്, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടത് വലത് ഐക്യം, ധാരണ ഒക്കെ വളരെ പ്രകടമാണ്. BJP സംസ്ഥാന നേതൃത്വം ഇക്കാര്യം ആവർത്തിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള രഹസ്യ ധാരണകൾ, നീക്കുപോക്കുകൾ ഒക്കെ ഉണ്ടോ? BJP-യുടെ സാധ്യത ഇല്ലാതാക്കാൻ ഇവർ ഒന്നിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? അതെ, ശ്രീ കൃഷ്ണദാസിനോടാണ്. കൃഷ്ണദാസ്, ചില ഏരിയകളിൽ നിന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ള ചില സ്ഥലങ്ങളിൽ UDF-ഉം LDF-ഉം കൈകോർക്കുന്ന ഒരു ഏർപ്പാട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായും അതിന്റെയൊക്കെ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പ്രകടമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാനായിട്ടുള്ള ചില നീക്കുപോക്കുകൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ശ്രീ ഷിഹാബുദ്ദീൻ, കേരളത്തിന് പുറത്ത് ഭായ് ബന്ധമാണ്. അത് കേരളത്തിനകത്തും, കാരണം നിങ്ങൾ ഒരു സംവിധാനമായി മത്സരിച്ചാൽ പോരെ. കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്, ആ രീതിയിലാണ്. അവിടെ കൈപ്പത്തിക്കും അതുപോലെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനും ഒക്കെ ഒരേ സ്വീകാര്യതയാണ് നിങ്ങൾ നൽകുന്നത്. പരസ്പര സഹായ സഹകരണ സംഘങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയും അത്തരത്തിലുള്ള അന്തർധാര വളരെ സജീവമായി നടക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ട്. എങ്ങനെ കാണുന്നു ഈ വിമർശനത്തെ? കേരളത്തിൽ അത്തരത്തിലൊരു അന്തർധാരയ്ക്ക് ഒരു ആവശ്യവുമില്ല. അത് BJP മുൻകൂർ ജാമ്യമെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 6ഓളം പഞ്ചായത്തുകളിലൊക്കെ പാലക്കാട് ജില്ലയിൽ അധികാരത്തിൽ വരും, 2 നഗരസഭകളിൽ അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിച്ച് അത് നടക്കില്ല എന്ന് ഇപ്പോഴേ അറിയാം. അപ്പൊ ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്നതാണ് BJP-ക്കാര്. പാലക്കാട് ജില്ലയിലെ കേരളത്തിൽ തന്നെ അത്തരത്തിലൊരു ധാരണയുടെ ആവശ്യമില്ല. പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ചുമില്ല. മാത്രമല്ല അല്ല, BJP എന്ത് വില കൊടുത്തും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തും. അതിന് രഹസ്യധാരണ, അതാണല്ലോ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അത്തരത്തിലുള്ള ധാരണ, രഹസ്യധാരണയൊക്കെ നമ്മൾ കണ്ടതാണ്. മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ ഒക്കെ അത്തരത്തിലുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ആ MLA തന്നെ, ജയിച്ചു വന്ന ജനപ്രതിനിധി തന്നെ അത് തുറന്നു പറഞ്ഞിട്ടും ഉണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും, കാരണം പാലക്കാട് ജില്ലയിൽ BJP-ക്ക് വേരോട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നഗരസഭകൾ പിടിച്ചെടുക്കുമോ, അതുപോലെ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമോ എന്ന ആശങ്ക ഇടത് വലത് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, അതുപോലുള്ള രഹസ്യധാരണകൾ, നീക്കുപോക്കുകൾ ഒക്കെ സജീവമായി ഉണ്ടോ എന്ന്. BJP-യെ പേടിക്കുന്നുണ്ടോ? BJP-യുടെ ഈ വളർച്ചയെ പേടിക്കുന്നുണ്ടോ UDF?
പാലക്കാട് ജില്ലയിൽ അടിവരയിട്ട് പറയും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPക്ക് ലഭിക്കുന്ന നഗരസഭ പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാലക്കാട് ജില്ലയിൽ BJPയെ പരാജയപ്പെടുത്താൻ ഒരു രാഷ്ട്രീയ ധാരണയുടെയും ആവശ്യവുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി അക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിക്കും, ഒരു സംശയവുമില്ല. പാലക്കാട് BJP ആകെ ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരും, ഒരു സംശയവുമില്ല. BJPയുടെ ഒക്കെ മുൻകൂർ ജാമ്യമെടുക്കലാണ് വലിയ രീതിയിലേക്ക് പിറകിലോട്ട് പോകും. നമുക്കറിയാം, എല്ലാ രീതിയിലും ജനങ്ങളെ BJPയോട് വലിയ പ്രതിഷേധം, ഇന്ധന വിലയിലടക്കം ഇന്നും അടിക്കടി ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്. ആ പ്രതിഷേധമൊക്കെ വോട്ടായി മാറും. ഇവരെന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, ആ പ്രതിഷേധമൊക്കെ വോട്ടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ശ്രീ മുരളി താരേക്കാട്, ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ, വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ എതിരാണ്. അതുകൊണ്ട് തന്നെ അതിനെ മറികടന്ന് നല്ല വിജയം കൈവരിക്കാനാകുമോ പാലക്കാട് ജില്ലയിൽ ഉടനീളം? ശ്രീ അനിൽ, ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം ഇടതു മുന്നണിക്ക് അനുകൂലമാണ്. അഴിമതിയുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. UDFന്റെ ഭാഗത്ത് നിന്ന് 3 MLA-മാർ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്റെ സുഹൃത്ത് ഷിഹാബുദ്ദീൻ അഴിമതിയെ കുറിച്ച് ഗീർവാണ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അത് പോട്ടെ, മാത്രമല്ല അഴിമതി രഹിത ഭരണം എന്ന് പറഞ്ഞാണ്, അത് മുഖമുദ്രയാക്കും എന്ന വാഗ്ദാനം നൽകിയാണ് അധികാരത്തിലെത്തിയത്. ഇപ്പോൾ ഇതാ വിജിലൻസിനെ കൂട്ടിലടച്ച തത്തിയാക്കിയിരിക്കുന്നു. വിജിലൻസ് KSFയിലെ തിരിമറികൾ കണ്ടെത്തി വിജിലൻസിനോട് പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരു കാരണവശാലും അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് എന്ന്. പിന്നെ എങ്ങനെയാണ് അഴിമതിക്കെതിരെയുള്ള നിങ്ങളുടെ കുരിശ് യുദ്ധം, അതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് എങ്ങനെ പൊതുസമൂഹം വിലയിരുത്തും? ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ഉത്തരം പറയുമ്പോൾ വേറൊരു ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുകയും ജനത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങളുടെ ഒരു പുകമറുണ്ടാക്കി അത് അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു സാഹചര്യം പറ്റില്ല. അഴിമതിയെ കുറിച്ച് കൃത്യമായി ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുള്ളതും നടപ്പാക്കിക്കൊണ്ടുവരുന്നതും അഴിമതിക്കെതിരെ കുരിശുയുദ്ധം തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ വേറെക്കുറെ ചർച്ച ചെയ്ത് ജനങ്ങൾക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം കേന്ദ്ര ഏജൻസികൾ നോക്കി വന്നിപ്പോ കസ്റ്റംസിന് ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കസ്റ്റംസിന്റെ സഹായം ഇല്ലാതെ ഏത് തരത്തിലുള്ള വിദേശത്ത് നിന്ന് വരുന്ന കാര്യങ്ങളായാലും സ്വർണ്ണക്കടത്തായാലും ഒക്കെ തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് വൈകാത്ത ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ അന്വേഷണം പോയാൽ പ്രതികൂട്ടിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ ഒരു MLA പോലും അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ UDFന്റെ 3 MLA-മാർ പാലാരിവട്ടം അഴിമതിയായാലും സ്വർണ്ണ ജ്വല്ലറി നടത്തിയിട്ടുള്ളത് കമറുദ്ദീന്റെ അറസ്റ്റും AM ഷാജി മന്ത്രിമാരുൾപ്പെടെ ഇന്ന് ചോദ്യം ചെയ്യൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത കേസെടുത്തു ഷിഹാബുദ്ദീനെ. അതിരിക്കട്ടെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ 4.5 വർഷം കാത്തു നിങ്ങൾ ഈ കേസെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ജനങ്ങൾക്കറിയാം. അതൊക്കെ അതിന്റെ പല ആരോപണങ്ങളും ഷിഹാബുദ്ദീൻ, ഞാൻ സംസാരിച്ചോട്ടെ, ഞാൻ ഇടപെട്ടിരുന്നു. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിലാണെങ്കിലും കഴിഞ്ഞ 4.5 വർഷക്കാലം കേരളത്തിൽ ഇടത് സർക്കാർ ചെയ്തിട്ടുള്ള വളരെ പുരോഗമനപരമായ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, അത് കാർഷിക മേഖലയിലാണെങ്കിലും ഹൈടെക് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം ഇപ്പോ മറ്റേ 1500 രൂപ ഡിസംബർ മുതൽ പെൻഷൻ വരാൻ പോവുക. 60 വയസ്സ് കഴിഞ്ഞ് മുഴുവൻ ആളുകൾക്കും പെൻഷൻ കിട്ടാൻ പോവുക. അത്തരത്തിൽ ഒരു പുതിയ ഒരു നവ കേരളത്തിന് വേണ്ടി ഇവിടെ ഒരാളും അന്നം കിട്ടാതെ കഴിയരുത്, ഒരാളും 1 രൂപ ഇല്ലാതെ കഴിയരുത് എന്ന ദീർഘവീക്ഷണത്തോടു കൂടി ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ആ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ, അതുപോലെ തന്നെ പുരോഗമനപരമായ കാര്യങ്ങളിൽ ജാതിയുടെയോ മതത്തിന്റെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന ഒരു ഇടതുപക്ഷ മുന്നണിയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭയിൽ ഇടതുപക്ഷം തന്നെ ഭരിക്കും എന്ന് പറയുന്ന കൃത്യവും വ്യക്തവുമായ ഭൂരിപക്ഷത്തിൽ ജനം ജയിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ പാലക്കാട് നഗരസഭയിൽ എപ്പോഴും ബൈ ബന്ധത്തിൽ നിൽക്കുന്നത് BJP. എന്തായാലും
കള്ളപ്പണം വെളുപ്പിക്കുന്ന സംവിധാനങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് തുടരുകയാണ് എന്നുകൂടി ശ്രീ മുരളിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ മുരളി, ശ്രീ ഷിഹാബുദ്ദീൻ ഈ ചർച്ച സജീവമാക്കിയതിന്. പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്തത്. 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. ആ ആവേശം തന്നെയാണ് പ്രചരണത്തിൽ ഉടനീളം ഉള്ളത്. തദ്ദേശം 2020 പ്രത്യേക തെരഞ്ഞെടുപ്പ് സംവാദം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.